आरा भारद्वाज और केजरीवाल के लोगों को जो गैंग है, जो मुस्लिम प्रेमी, मुगलों की प्रेमी गैंग है, इनको दिखाने आए हो 7 महीने में रेखा जी की सरकार ने क्या करा है। इस यमुना में और कितना हमें एक अंतर बेहतर दिखेगी और बेहतर दिखेगी, और इस यमुना में आपको मैं एक बार जरा देखता हूँ कि कितना पानी इसका അത് നോക്കിയാൽ നിങ്ങൾ എന്ത് നല്ല വെള്ളം അല്ലേ. ഇതെവിടെയല്ല, ഡൽഹിയിലാണ്, യമുനാ നദിയാണ് കേട്ടോ. യമുനാ നദിയിൽ ഇത്രയും പ്യൂറസ്റ്റ് വാട്ടർ എവിടെ നിന്ന് കിട്ടും എന്നാണ് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും അല്ലെങ്കിൽ എല്ലാ മീഡിയക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് യമുനയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന ചാറ്റ് പൂജ ഉണ്ട്. ഇപ്പം ഇന്നും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ടും ഇന്നും നടക്കുന്ന പൂജയാണ്. ഈ പൂജയിൽ യമുനാ നദിയിലെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് അവർ ദേഹശുദ്ധി വരുത്തുന്നത്. ദേവി പൂജയാണ്, ചാറ്റ് പൂജ എന്ന് പറയും. അപ്പം ഇത് യമുനാ നദിയുടെ അടുത്തുള്ള ഡൽഹിയിലുള്ള വസുദേവ് ഘട്ടിലാണ് ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടത്. ഇത്രയും പ്യൂറസ്റ്റ് ആയിട്ട് യമുനാ നദി എപ്പം മാറി എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല, ഇത് ഫേക്കാണ്. അത് നമ്മൾ അന്ധഭക്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യും അല്ലേ. നമ്മൾ അന്ധഭക്തരെ പറ്റിക്കാൻ നമ്മൾ എന്തും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വഗുരുയുടെ പാർട്ടി ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള നമ്മുടെ ഡൽഹി. അപ്പം ഡൽഹിയിൽ നമ്മുടെ രേഖ ഗുപ്താജിയാണ് ഡൽഹി CM ആണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു ഗോദി മീഡിയക്കാരൻ നടക്കുന്നുണ്ട്. അപ്പം പ്രൊമോഷനാണ് അവിടേക്ക് ആളുകൾ വരുന്നതിൻ്റെ മുമ്പുള്ള. ആ നദിയിലെ വെള്ളം കണ്ട് എത്ര പ്യൂറസ്റ്റ് ആണ് അല്ലേ. ആ കുടിക്കാൻ പറ്റുമോ, കുടിക്കുന്ന ആവശ്യമില്ല, അതൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു പോർഷൻ കണ്ടു നോക്കുങ്ങൾ. हम जा सकते हैं इसको हम क्या आप ये कह सकते हैं ये पीने लायक है पानी? देखिए, मैं ये नहीं कह सकती कि पीने लायक है कि नहीं है, पर ये छठ व्रतियों की पूजा करने लायक बिल्कुल है, और श्रद्धा होती है। ना पीने को लोग गंगा का पानी ना पिए और पीने को ये भी पिए, परंतु हम इसको हर क्षण हर पल बेहतर करने में लगे हैं और करेंगे। ऐसा भी करेंगे कि जब देखें वैसे तो बहुत कोई बुरा नहीं है, पहले से बेहतर है। इसमें नहाया जा सकता है 100%। मैं इसीलिए गई ना। यहाँ पे बेवकूफ बनाते हैं लोगों को। ये देख सकते हैं, बहुत सुंदर डुबकी है। നമ്മൾ തന്നെ വിചാരിച്ചില്ലേ എത്ര നല്ല വെള്ളമാണ്. ആ ഗോദി ഭക്തൻ അല്ലെങ്കിൽ ഗോദി മീഡിയയുടെ ഭക്തൻ വന്ന് വെള്ളം കൈയോടി തൊടുന്നു. രേഖാജി വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്നു. നല്ല വെള്ളം, പ്യൂറസ്റ്റ് വാട്ടർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് യമുന വാട്ടർ അല്ല, ഇത് ഗംഗാ വാട്ടറാണ്. ഗംഗാ നദിയിലെ ജലമാണ്. ആർക്കാണ് അറിയാം, അതാണ് ഇവിടെ വിഷയം. ഈ ഒരു ഫോട്ടോയുടെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ. ഈ ലോങ് വ്യൂവിൽ കാണുന്നത് എന്താ വെച്ചാൽ യമുനാ നദി സൈഡിലൂടെ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഇപ്പുറത്തോട്ട്, മണ്ണിൻ്റെ ഇപ്പുറത്തോട്ട് മാറിയിട്ട് അവിടെ ഒരു കുളം കുത്തിയിരിക്കുക. നമ്മൾ ഈ കുളം കുത്തി എന്തിനാണ്, ഇവിടേക്ക് ഇപ്പറഞ്ഞ രേഖാജിമാരും മറ്റെല്ലാ മന്ത്രിമാരും വരുന്നുണ്ട്, വലിയ വലിയ യോഗികൾ വരുന്നുണ്ട്, വലിയ വലിയ നമ്മുടെ വിശ്വഗുരു വരുന്നുണ്ട്. അപ്പോൾ വിശ്വഗുരുവിനെ നമുക്ക് യമുനയിലെ അപ്പുറത്തെ ചീത്തവെള്ളത്തിൽ അല്ലെങ്കിൽ തീട്ടവെള്ളത്തിൽ മുക്കാൻ പറ്റൂലല്ലോ, മോശമല്ലേ. നമ്മുടെ വിശ്വഗുരുവൊക്കെ അല്ലേ. അപ്പം വിശ്വഗുരുവിനും ഇപ്പറഞ്ഞ കൂട്ടർക്കും മുങ്ങാൻ വേണ്ടി ഇപ്പുറത്ത് നമ്മളൊരു സ്വിമ്മിംഗ് പൂള്, പ്യൂറസ്റ്റ് വാട്ടർ, അതായത് പ്യൂരിഫൈ ചെയ്ത വാട്ടറിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മൾ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിഷ്വലാണ് ഈ കാണുന്നത്. അപ്പം ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൂരത്ത് നോക്കി ഒരു പൈപ്പ് കാണാം. ആ പൈപ്പ് ത്രൂ അവിടേക്ക് കൊണ്ടുവന്ന ഫിൽറ്റേർഡ് വാട്ടറാണത്. അത് ഗംഗാ നദിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരു ഫിൽട്ടർ സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ പൈപ്പ് ത്രൂ ആണ് ഇങ്ങോട്ട് ഇട്ടത്. എന്ത് സുഖമായിട്ട് ആളെ പറ്റിക്കുന്നത് അല്ലേ, എന്ത് രസമായിട്ട് ആളെ പറ്റിക്കുന്നത്. ഇത് കണ്ടിട്ടും അവിടുത്തെ ആളുകൾക്ക് ബോധം വരുന്നില്ലേ, വിവരം വെക്കുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് സോണിയ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ഈ വെള്ളം കൊണ്ടുവരുമ്പം അത് ഗംഗയിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം, ഗംഗാ നദിയുടെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ്. അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് ഒഴുക്കി ഈ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നത്. ഇവിടെ വന്ന് ഈ സ്നാനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല വെള്ളത്തിൽ, തൊട്ടപ്പുറത്തെ വെള്ളത്തിലും അതുപോലെ ഈ നദിയുടെ എല്ലാ തീരത്തും, ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ഉണ്ട്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ കാണുന്ന യമുനയിൽ മുങ്ങിയാലാണ് അവർക്ക് അതിൻ്റെ സ്നാനത്തിൻ്റെ ഗുണം കിട്ടുക. അപ്പം മറ്റു പല സ്ഥലങ്ങളിലും അവിടുത്തെ ആളുകളും എല്ലാ ആളുകളും ഈ യമുനാ നദി അത്രയ്ക്ക് വിഷമയമായിട്ടുള്ള ആ ഒരു തിട്ട വെള്ളത്തിൽ തന്നെയാണ്. സത്യം അങ്ങനെ പറയുന്നതൊന്നും വിചാരിക്കുക, അതാണ് സത്യം. കാരണം ആം ആദ്മി പാർട്ടിൻ്റെ സൗരഭ് ഭദ്രാജ് ഉണ്ട്, പുള്ളി ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് യമുനാ നദിയിൽ യഥാർത്ഥത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നത് മനുഷ്യൻ്റെ അപ്പിയാണ് എന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വന്നിരുന്നു. അങ്ങനെയാണ് ഇത് വൈറലാവുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിനുശേഷം ആ സ്ഥലത്തോട്ട് നമ്മുടെ എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതും നമ്മുടെ രേഖാജി അങ്ങോട്ട് പോകുന്നത്, രേഖാജിയുടെ കൂടെ പല മോദി ഭക്തർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, പല പല വീഡിയോസ് അവർ എടുക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്യൂരിറ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നൊരു പാർട്ടാട്ടോ അവിടുത്തെ എയർ പ്യൂരിഫൈ എത്രത്തോളം ഉണ്ട്, എയർ എത്രത്തോളം പ്യൂരിഫൈഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നല്ല ഇതുണ്ട്,
ക്വാളിറ്റി, എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതാണ് AQI. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു AQIൻ്റെ വീഡിയോ ഉണ്ട്, എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി നമ്മുടെ രേഖാജിനോണ്ട് ഒരാൾ ചോദിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്കിതിൻ്റെ ലാസ്റ്റിലോട്ട് വെച്ച് തരാം, അതിനേക്കാൾ വലിയ കോമഡിയാണ്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെ എന്താ പറയുക, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മറ്റൊരു BJP MLA ആയിട്ടുള്ള ഒരാളുണ്ട്. ഇയാളാണ് ആള്. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ പണ്ട് ഈ എന്താ പറയുക, ഡൽഹിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് മുസ്ലിങ്ങളുടെ കടയുടെ മുമ്പിൽ അവിടെ അതിനുള്ള എന്തെങ്കിലും പേരോ കാര്യങ്ങളോ ഒട്ടിച്ചു വെക്കണം, ഹിന്ദുക്കളാണെങ്കിൽ സാഫ്രോൺ കൊടി കുത്തണം, എങ്കിലേ ഹിന്ദുക്കൾ നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുകയുള്ളൂ, മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കരുത്, ഏത് തരത്തിലുള്ള സാധനങ്ങളാണ് വിൽക്കുന്ന അറിയില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച് അത്ര തീവ്രവാദിയാണ്. അതായത് ഒരു വലിയ തീവ്രവാദി നമുക്ക് വേണേൽ പറയാം, അല്ലെ ഹിന്ദു തീവ്രവാദി, അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ ഇയാൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ പറഞ്ഞ യമുനേനെ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ യമുന നദിയിലെ വെള്ളം വലിയ സംഭവം എന്നും പറഞ്ഞ് പുള്ളി ചെന്നു. പോകുന്ന വഴിയിൽ തന്നെ ഒരു കുപ്പിയിൽ വെള്ളമായിട്ടാണ് പോകുന്നത്, അത് ചുമ്മാ മുക്കുന്നത് കാണിക്കുന്നു, അതെടുത്ത് കുടിക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ മൊത്തത്തിൽ മുഞ്ചിപ്പോയിന്ന് കണ്ടപ്പം പുള്ളി നെക്സ്റ്റ് ഡേ വീണ്ടും പോവാണ് അങ്ങോട്ട്. അങ്ങനെ പോയിട്ട് പുള്ളി ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ കാണിക്കാനേ വിചാരിച്ചിരുന്നു. പക്ഷേ വെള്ളം എടുത്ത് കാണിക്കുന്നതിനെടുക്കുക അബദ്ധത്തിൽ കാല് തെറ്റി ആ വെള്ളത്തിലോട്ട് ഒരൊറ്റ വീകല പ്ലും. ഏതായാലും നനഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും രക്ഷയില്ല, ചളിയിൽ വീണ സ്ഥിതിക്ക് ഇനി ഇച്ചിരി നല്ല വാക്ക് പറയാമെന്ന് പുള്ളി തീരുമാനിക്കുകയും ചെയ്തു. भारद्वाज और केजरीवाल के लोगों को जो गैंग है, जो मुस्लिम प्रेमी, मुगलों की प्रेमी गैंग है, इनको दिखाने आए हो 7 महीने में रेखा जी की सरकार ने क्या करा है, 7 महीने में मोदी जी ने क्या करा है। दिल्ली में देखिए, और ये छठ का पावन पर्व है और देख सकते हैं पानी बिल्कुल साफ है, ये देखिए। और अभी मैं आस्था की डुबकी लगा रहा हूँ यहाँ पे, और इनको शर्म आनी चाहिए जो बार बार हिंदुओं के त्योहार को रोकने के लिए पूरी साजिश रच रहे, और मैं डुबकी लगाऊंगा, और ये देखें जरूर। വികുന്നതിന് മുമ്പ് വരെ അയിത്തം പോലെ സൈഡിലിരുന്ന് ഇങ്ങനെ കോരിയിരുന്ന ആള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പം അതിലെ എന്താ പറയുക, അതിൻ്റെ അടിയിലുള്ള മണ്ണ് എത്ര നല്ലതാണ്, എത്ര നല്ല വെള്ളം, ഞാൻ മുങ്ങി കുളിക്കാമെന്ന് കാണിക്കും. ഈ വീഡിയോ എടുത്തവൻ എങ്ങനെ അത് പോസ്റ്റ് ചെയ്തു, കംപ്ലീറ്റ് വീഡിയോ. ഈ പോസ്റ്റ് ചെയ്തോടുകൂടി ആളുകൾ ഇതെടുത്ത് ട്രോളി കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രക്ക് പച്ചക്കാണ് അവിടുത്തെ അന്ധഭക്തരെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ ദീപാവലിയുടെ എന്താ പറയുക പടക്കത്തിൻ്റെ ഒരു സംഭവം നമുക്കറിയാം അല്ലേ. നമ്മളെ ധ്രുവറാട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പെണ്ണ്, അല്ലെങ്കിൽ ധ്രുവറാട്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അവിടുത്തെ എയർ ക്വാളിറ്റി നഷ്ടപ്പെടും, അതുകൊണ്ട് അവിടെ പടക്കം പൊട്ടിക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിൽ, അതായത് അങ്ങനെ ഒരു ലോ കൊണ്ടുവന്നാൽ നമ്മൾ BJPക്കാർ അത് കാറ്റിൽ പറത്തും എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് ധ്രുവറാട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഞങ്ങൾ ഇനിയും പൊട്ടിക്കും എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ എന്തും ചെയ്യും എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഇട്ട സ്ഥിതിക്ക് ധ്രുവറാട്ടി അത് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് ആ പെണ്ണിനോട് വീഡിയോ അക്സെപ്റ്റ് അല്ലെങ്കിൽ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പൊട്ടിക്കാണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിങ്ങൾ ചാണകം തിന്ന് നിർത്തണം. ചാണകം തിന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ബോഡി സിസ്റ്റത്തിന് അത് മോശമാവെന്നും പറഞ്ഞിട്ട് ഒരു കിടിലം മറുപടി കൊടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഞാൻ വെച്ച് തരാം. प्रसिद्ध जाहिर ध्रुव राठी ने कहा था कि आप पटाखे मत फोड़िए, इससे प्रदूषण फैलता है, तो इसीलिए प्रदूषण फैलाने की जिम्मेदारी हम सभी ने अपने कंधों पर ले ली। अब मैं कहना चाहूंगा कि खाने में कभी गोबर मत खाना, क्योंकि गोबर सेहत के लिए हानिकारक होता है. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ ദീപാവലിയുടെ സമയത്ത് നമുക്കറിയാം പടക്കം പൊട്ടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റ് ഈ സാധനങ്ങളെല്ലാം കത്തിച്ചിട്ടും, അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ സൈഡത്തെ അവരുടെ കൃഷി കഴിഞ്ഞ് അവിടുത്തെ പുല്ല്, അവിടുത്തെ കച്ച അവർ കത്തിക്കുന്ന ഒരു ഫങ്ഷൻ ഇതുണ്ട് അവർക്ക്. അതൊരു ട്രഡീഷനായിട്ട് വരുന്ന സംഭവം. അതിൻ്റെ എയറും എല്ലാം കൂടിയിട്ടാണ് ഡൽഹിയിലോട്ട് വന്ന് അവിടെ വേൾഡിലെ തന്നെ ഏറ്റവും മോശം ക്വാളിറ്റി എയർ ആയിട്ട് മാറുന്ന ഒരവസ്ഥ ഈ ഡൽഹിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നുമില്ല. ആം ആദ്മി പാർട്ടി ഭരിച്ചതിനേക്കാളും ഏറ്റവും ബെസ്റ്റ്, അതിനേക്കാൾ എത്രയും നല്ല രീതിയിൽ ഞങ്ങൾ എയർ ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും രേഖാജി മുന്നോട്ട് വന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഇതിനെ ന്യായീകരിച്ച് വന്ന രേഖാജിയുടെ മുഖത്തടിച്ച പോലെയായിരുന്നു അവിടുത്തെ യഥാർത്ഥ അവസ്ഥ. കാരണം അവിടുത്തെ പല എയർ ക്വാളിറ്റി, ഇപ്പം ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈ AQI മെൻഷൻ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇതിൻ്റെ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അവിടെ എയർ ക്വാളിറ്റിനെ കാണിച്ചുകൊണ്ട് ഡൽഹിയിലുള്ളവർക്ക് അറിയാം. അപ്പം ഈ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പല സമയത്തും ഇത് ഓഫായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇൻഡെക്സ് എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അതൊന്നും എടുക്കാണ്ട് ഒരു ഫേക്ക് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മുടെ രേഖാജിനെ പോലത്തെ അല്ലെങ്കിൽ ഡൽഹിയിലെ ഈ എന്താ പറയുക കാലാവസ്ഥാ മന്ത്രിമാർ വരെ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആം ആദ്മി ഉള്ളതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഞങ്ങൾ ഇവിടുത്തെ എയർ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദീപാവലിക്ക് നിങ്ങൾ എന്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആളുകളെ അന്ധഭക്തരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഈ AQI എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പച്ചക്ക് പറയാൻ പോലും അറിയാത്ത രേഖാജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. IQ जो हमारा AIQ है, उस IQ जो हमारा AIQ है उसको हम AQI उसको आप चेक करें और आपको ध्यान में आएगा कि किस तरीके से दिल्ली का पॉल्यूशन कम हो रहा है. दिल्ली की हवा फिर से जहरीली हो गई है. राजधानी में
ग्रैब 1 की पाबंदियां लागू कर दी गई है। निजी गाड़ियों के इस्तेमाल न करने की अपील की गई है। 300 के पार ना यहाँ पर AQI पहुंच गया है। ഇതാണ് എന്താണ് AQI, എന്താണ് AIQ, എന്താണ് IQ എന്ന് പോലും വിവരം ബോധമില്ലാത്ത IQ ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത്. അപ്പം ഇവർ ഈ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ സെൻസസ് ഓഫ് ചെയ്ത് വെച്ചിട്ടും ഇതിൽ ഫേക്ക് ചെയ്തു. എന്നിട്ട് അത് ഗോദി മീഡിയ പുറത്ത് വിട്ടിട്ട് ഇതാ ആം ആദ്മി ഉള്ളതിനേക്കാളും ഏറ്റവും നന്നായിട്ടിരിക്കുന്നു നമ്മുടെ ഡൽഹി എന്നുള്ളത് കൊടുത്തു. ഇനി ഇത് മാത്രമല്ല, ഈ നമ്മുടെ എന്താ പറയുക എയർ ക്വാളിറ്റി ഇതുണ്ട്, ഓഫീസുണ്ട്, അല്ലെങ്കിൽ ഓഫീസല്ല അതിൻ്റെ സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൻ്റെ അടുത്ത് ഇവന്മാർ ചെയ്തിട്ടുള്ള പൊടിക്കൈകളാണ് ഏറ്റവും രസം. ഇങ്ങനെ ലോറി വരിക, ലോറി വന്ന് ഈ സ്ഥലങ്ങളിൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഡൽഹിയിലെ എയർ നന്നാക്കാൻ വേണ്ടിയിട്ട് വെള്ളം പ്യൂരിഫൈ ചെയ്ത് നല്ല വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൊത്തം സ്ഥലങ്ങളിൽ. അവിടുത്തെ എന്താ പറയുക ഇതൊക്കെ പ്യൂരിഫൈഡ് ആയിട്ടുണ്ടാവില്ലേ, നല്ല എയറാന്ന് വിചാരിക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്നത് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ലോറി വന്ന് ഈ വെള്ളം അടിച്ചുകൊണ്ടിരുന്നതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഇതിൻ്റെ AQI സെൻറ്റർ ഉള്ളത്. അതായത് ഇതിൻ്റെ സെൻസർ വെച്ചിട്ടുള്ള സെൻറ്റർ അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പം അവിടെ നിന്ന് ഇത് സെൻസ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്തെ അവിടെ വെള്ളം അടിച്ചിട്ട് അവിടുത്തെ എയർ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലേ അത് ഇവിടെ ക്യാപ്ചർ ചെയ്യുള്ളൂ. ഈ സെൻസറിൽ അത് ക്യാപ്ചർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് എയറാണ് ഡൽഹിയിലുള്ളതെന്ന് കാണിക്കാൻ ചെയ്തൊരു ഫേക്ക് ഐഡിയ. അങ്ങനെയുണ്ട്. ഇതും പച്ചക്ക് കാണുകയാണ്. ഇത് കണ്ടിട്ട് പോലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് പോലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ബോധം ഈ പറഞ്ഞ അന്ധഭക്തർക്ക് ഇല്ലാണ്ടായിപ്പോയി. ഒന്നും പറയാൻ പറ്റുന്നില്ല ഇതിന്. ഇങ്ങനെയാണ് ഡൽഹിയിൽ ഓരോ കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, BJP ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ അവസ്ഥ. അപ്പോൾ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മോദിജി ബീഹാറിൽ ഞാൻ ഇൻ്റർനെറ്റ് നിങ്ങൾ റീൽസ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ റീൽസ് ചെയ്യാനുള്ള ടെക്നോളജി നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ എന്നാണ് നമ്മുടെ മോദിജി ബീഹാറിൽ പോയി ചോദിച്ചത്. അപ്പം അത്ര ബോധമല്ലേ ഉള്ളൂ. രാജ്യം ഭരിക്കുന്ന തലവന് തന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത സ്ഥിതിക്ക് അവരുടെ അന്ധഭക്തർക്ക് ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ ഡൽഹിയിൽ നിന്നല്ല, പല സ്ഥലങ്ങളിലും ബീഹാറിലും UP-യിലും ഛത്തീസ്ഗഡിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലെ അവസ്ഥയെടുത്ത് ഇങ്ങനെ ആളുകളെ പറ്റിക്കും. എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാണങ്ങൾ പറയുന്നത് നിങ്ങൾ UP-നെ കണ്ടുപഠിക്കൂ, നിങ്ങൾ അത് കണ്ടുപഠിക്കൂ, നിങ്ങൾ ഇവിടെ കണ്ടുപഠിക്കൂ, നമ്മുടെ കേരളം അതുപോലെ ആക്കണമെന്ന്. പൊന്നും തമ്പുരാനെ, ഇത് കാണുന്ന അന്ധഭക്തരല്ലാത്ത ആളുകൾ ഒരു നിലക്കും ഈ വേട്ടാവളിയന്മാരെ നാട്ടിലോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളൊന്നും നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വെറും എന്താ പറയപ്പതിൽ ഈ അന്ധഭക്തരുടെ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് ചത്തുപോകേണ്ടി വരും.